ഷെറിൻസ് TasteTheBestന്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു കിടിലൻ ഫിഷ് ബിരിയാണിയാണ്. ബിരിയാണി ഇഷ്ടമില്ലാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല, പക്ഷേ എല്ലാവർക്കും എളുപ്പത്തിൽ ഉണ്ടാക്കാൻ വേണം എന്ന സമയം കളയാനും വയ്യ. ഇനി ഇതൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാലോ പാത്രങ്ങൾ പരക്കലും അത് കഴുകി നേരാക്കലും വലിയ ടാസ്ക് ആണ് താനും. എന്നാൽ ഇതൊന്നുമില്ലാതെ വളരെ എളുപ്പത്തിൽ പാത്രങ്ങളൊന്നും പരക്കാതെ ഈസി ആയിട്ട് ഒരു അടിപൊളി ഫിഷ് ബിരിയാണി എങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം. ഇതിനു വേണ്ടി ഞാനിവിടെ എടുത്തിട്ടുള്ളത് 1 കിലോ കൈമ അരിയാണ്. ഇത് വലിയ 6 പേർക്ക് കഴിക്കാനുള്ള അളവുണ്ടാവും. അത് 1 മണിക്കൂർ മുമ്പ് തന്നെ കഴുകി വെള്ളത്തിൽ കുതിരാൻ വെക്കണം. അതെന്തിനാണെന്ന് വെച്ചാൽ അരി വെന്ത് വരുമ്പോൾ പൊട്ടാതെ വിരിഞ്ഞു പോവാതെ ഇരിക്കാനാണ്. കുതിർക്കാതെ അരി ഇട്ട് കഴിഞ്ഞാൽ പുറമേ വേവ് കൂടി അരിക്കൊരു ഒട്ടലുണ്ടാവും. പിന്നെ 7 സവാള കനം കുറച്ച് അരിഞ്ഞത്, പിന്നെ 2 ഫുൾ വെളുത്തുള്ളി, 2 കഷ്ണം ഇഞ്ചി, 5 പച്ചമുളക്, 3 മീഡിയം സൈസ് തക്കാളി വട്ടത്തിൽ കനം കുറച്ച് അരിഞ്ഞത്, പിന്നെ 3 കറുവപ്പട്ട, 10 ഗ്രാമ്പൂ, 10 ഏലക്ക, പിന്നെ ജാതിപത്രി അത് ഓപ്ഷണലാണ്, മല്ലിയില, പുതിനയില ചെറുതായി അരിഞ്ഞത് 1 ബൗള്, പിന്നെ 1 കിലോ നെയ്മീൻ. ഇത് മാരിനേറ്റ് ചെയ്യാനായിട്ട് 2 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ഉപ്പ്, പിന്നെ പകുതി ചെറുനാരങ്ങ. ആദ്യം മീനൊന്ന് മസാല പുരട്ടി 10 മിനിറ്റ് നമുക്ക് മാറ്റി വയ്ക്കാം. ഒരു നോൺ സ്റ്റിക്കിൻ്റെ വലിയ പാത്രത്തിൽ 3-4 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചിട്ട് സവാള ഇതുപോലെ കൈകൊണ്ടൊന്ന് ഞെരടിയിട്ട് ഇട്ട് കൊടുക്കാം. സവാളയുടെ ഓരോ അല്ലികളും ഇതുപോലെ വേറിട്ട് വരും. പിന്നെ 1.5 ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട് ഒന്ന് ഇളക്കിയതിന് ശേഷം മൂടി വയ്ക്കാം. ഇങ്ങനെ ചെയ്താൽ സവാള വേഗം വഴന്ന് കിട്ടും. നോൺ സ്റ്റിക്ക് തന്നെ ആവണമെന്നില്ല, അടി കട്ടിയുള്ള ഒരു വലിയ പാത്രമായാലും മതി. അടി പിടിക്കാതിരിക്കാനാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇതിൽ മുഴുവൻ സവാളയും ഇടണ്ട, 1/4 ഭാഗം മാത്രം ഇട്ടാൽ മതി. ബാക്കി സവാള ലാസ്റ്റ് ഒന്ന് മൂപ്പിച്ചതിന് ശേഷം ചോറിൻ്റെ മേലെ ഇട്ട് കൊടുക്കാനായിട്ട് മാറ്റി വയ്ക്കണം. നെയ്യ് കുറവാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ 1 ടീസ്പൂൺ നെയ്യും കൂടെ ഒഴിച്ച് നല്ലോണം ഇളക്കിയതിന് ശേഷം മൂടി വയ്ക്കാം. ഈ സമയം കൊണ്ട് നമുക്ക് മീൻ പൊരിച്ചെടുക്കാം. അതിനൊരു പാൻ അടുപ്പത്ത് വെച്ച് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായതിനു ശേഷം മീൻ ഇട്ട് കൊടുക്കാം. ഒരുപാട് എണ്ണ ഒന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല. പുതിയ എണ്ണയിൽ പൊരിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും മീനിന്. അത് മാത്രമല്ല, ഉപയോഗിച്ച എണ്ണ വീണ്ടും വീണ്ടും ഉപയോഗിക്കുന്ന അത്ര നല്ലതൊന്നും അല്ലല്ലോ. ഇതുപോലെ ഒന്ന് മറിച്ചിട്ട് കൊടുത്തതിന് ശേഷം 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കൂടി ഒഴിച്ചു കൊടുക്കാം. നമ്മൾ സാധാരണ ചോറിന് ഉണ്ടാക്കുന്ന ഫിഷ് ഫ്രൈയും ഇതുപോലൊക്കെ തന്നെ ഉണ്ടാക്കിയാൽ മതി. ജീരകവും ചെറിയുള്ളിയും ഒന്നും വേണമെന്നില്ല. ഇപ്പോൾ കണ്ടോ, ഒരു തുള്ളി എണ്ണ പോലും വേസ്റ്റ് ആയിട്ടില്ല. ഇപ്പോൾ സവാള നല്ലോണം വഴന്ന് നല്ല ബ്രൗൺ നിറമായിട്ടുണ്ട്. ഇനി വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് ചതച്ചത് എല്ലാം കൂടി ഇതിലേക്ക് ഇട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതിൻ്റെ പച്ചനിറം മാറോളം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. എണ്ണ കുറവുണ്ടെങ്കിൽ കുറച്ച് വെളിച്ചെണ്ണ കൂടി ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒഴിച്ചെന്ന് വെച്ചിട്ട് ടേസ്റ്റിനൊന്നും ഒരു കുറവും വരില്ല. പക്ഷേ നെയ്യ് ചേർക്കുമ്പോൾ ചോറിന് നല്ല മയം വരും, നല്ല സോഫ്റ്റ് ആയിരിക്കും. ഇനി സവാളയെല്ലാം കൂടി ഒന്ന് ചുറ്റിൽ നീക്കിയിട്ട് നടുവിൽ തക്കാളി ഇട്ട് കുറച്ച് വെളിച്ചെണ്ണ കൂടി ഒഴിച്ച് ഒരു 5 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ ഒന്നുകൂടി മൂടി വയ്ക്കാം. ഇങ്ങനെ ചെയ്താൽ തക്കാളി വേഗം വെന്ത് ഉടഞ്ഞു വരും. ഇതുപോലെ ചട്ടുകം കൊണ്ടൊന്ന് ഉടച്ചു കൊടുത്താൽ വേഗം മസാലയിലേക്ക് അങ്ങോട്ട് ചേർന്ന് കിട്ടിക്കോളും. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഗരം മസാല, 1 ടീസ്പൂൺ കുരുമുളക്, പിന്നെ ഏലക്ക, കറുവപ്പട്ട, ഗ്രാമ്പൂ എന്നിവ കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഏലക്ക ഒന്ന് മുഴുവൻ ഇടണ്ട, ബാക്കി ചോറിൽക്കും കൂടി ഇടാനുള്ളത് നമ്മളൊന്ന് മാറ്റി വയ്ക്കണം. ഇനി ഇതിലേക്ക് ഒരു പകുതി ചെറുനാരങ്ങ കൂടി ഒന്ന് പിഴിഞ്ഞു കൊടുക്കാം. തൈരുണ്ടെങ്കിൽ 3 ടേബിൾ സ്പൂൺ തൈരായാലും മതി. 2 കൂടി വേണ്ട, പുളി കൂടി പോവും. ഇനി മല്ലിയിലയും പുതിനയും കൂടെ ഇട്ട് കൊടുക്കാം. മുഴുവൻ ഇപ്പം ഇടണ്ട, കുറച്ച് ചോറിലേക്കും വേണം, പിന്നെ കുറച്ച് ഗാർണിഷ് ചെയ്യാനായിട്ടും വേണം. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് മീൻ ഇതിൻ്റെ മേലെ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഇതുപോലൊന്ന് മറിച്ചിട്ടതിന് ശേഷം മസാലയൊക്കെ ഒന്ന് മീനിൻ്റെ മേലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കാം. അപ്പോൾ എന്താ വെച്ചാൽ മസാലയുടെ ആ സ്മെല്ലും ടേസ്റ്റും ഒക്കെ മീനിലേക്ക് ശരിക്കും അങ്ങോട്ട് പിടിക്കും. ഇനി നമ്മൾ മീൻ പൊരിച്ച് അതേ പാനിലേക്ക് തന്നെ മസാല ഇട്ടിട്ട് മൂടി വയ്ക്കാം. മൂടി വെച്ചാൽ പിന്നെ സ്മെല്ലൊന്നും പോവാതെ നിന്നോളും. ഇനി നമുക്ക് നെയ്ച്ചോറ് ഉണ്ടാക്കാം. അതിന് ഞാൻ മസാല ഉണ്ടാക്കിയ അതേ പാത്രം തന്നെയാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും നെയ്യും കൂടെ ഒഴിച്ചിട്ട് ആദ്യം അണ്ടിപ്പരിപ്പും മുന്തിരിയും ഒന്ന് വറുത്തെടുക്കാം. അതൊരു പ്ലേറ്റിലേക്ക് കോരി മാറ്റിയതിന് ശേഷം നമ്മൾ നേരത്തെ മാറ്റി വെച്ച ബാക്കിയുള്ള സവാളയും കൂടെ ഇതുപോലെ ഞെരടിയിട്ട് ഇട്ട് കൊടുക്കാം. ഇങ്ങനെ ഇട്ട് കൊടുത്താൽ വേഗം വഴന്ന് കിട്ടുകയും ചെയ്യും. പിന്നെ ഇങ്ങനെ മൂപ്പിച്ച ഉള്ളിക്കൊരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. അത് ബിരിയാണിക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. ഇപ്പോൾ തലശ്ശേരി ബിരിയാണി ആയിക്കോട്ടെ, ഹൈദരാബാദി ബിരിയാണി ആയിക്കോട്ടെ, അതിലൊക്കെ ഇതുപോലെ ഉള്ളി മൂപ്പിച്ചിടുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു ടേസ്റ്റ് വേറെ തന്നെയാണ്.
ഇനി ബാക്കി വന്ന കറുവപ്പട്ടയും ഏലക്കയും ഗ്രാമ്പും പിന്നെ 1 ടീസ്പൂൺ പെരുംജീരകപ്പൊടി കൂടി ഇട്ടിട്ട് തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളത്തിൻ്റെ അളവ് എത്രയെന്ന് വെച്ചാൽ 1 കപ്പ് അരിക്ക് 2 കപ്പ് വെള്ളം, ഇതാണ് കണക്ക്. ഇവിടെ അരി എത്രയാണോ നമ്മൾ എടുക്കുന്നത് അതിൻ്റെ നേരെ ഇരട്ടി വെള്ളം വേണം എടുക്കാനായിട്ട്. വെള്ളം അളന്ന് വേറെ തിളപ്പിച്ച് വെക്കുകയാണെങ്കിൽ നമുക്ക് സമയം ഒരുപാട് ലാഭിക്കാം. ഇനി ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ടിട്ട് ഒന്ന് മൂടി വയ്ക്കാം. വെള്ളം നന്നായി തിളച്ച് വരുമ്പോൾ നമുക്ക് അരി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലോണം ഇളക്കിയിട്ട് ഒന്ന് മൂടി വെക്കണം. അപ്പോൾ ഹൈ ഫ്ലെയിമിൽ തന്നെ വെക്കണം. എന്നിട്ട് നല്ലോണം തിളച്ച് വരുമ്പോൾ ഇതുപോലെ മൂടി തുറന്ന് നല്ലോണം ഒന്ന് ഇളക്കി കൊടുത്തിട്ട് വളരെ ലോ ഫ്ലെയിമിലാക്കിയിട്ട് വെക്കണം. ഇടയ്ക്ക് ഇതുപോലെ മൂടി തുറന്നിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം. ഇപ്പോൾ വെള്ളം 3/4 ഭാഗവും വറ്റി വന്നിട്ടുണ്ട്. അരി ഒരു 90% വേവായാൽ മതി, മുഴുവൻ വേവാൻ പാടില്ല, അരി കടിക്കാൻ പാടില്ല, അത്രേ ഉള്ളൂ. ഇനി എല്ലാ സൈഡിലേക്കും ഒന്ന് ഇളക്കിയിട്ട് പകുതി ചോറ് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കാം. ചോറ് മുഴുവനായിട്ട് വെന്ത് കഴിഞ്ഞാൽ നമ്മൾ ദമ്മിടുമ്പോൾ ഒന്നുകൂടെ വേവും. അപ്പോൾ ചോറ് ഒട്ടിപ്പോവും. ബിരിയാണിക്ക് ഒരിക്കലും ചോറ് ഒട്ടിപ്പോകാൻ പാടില്ല. അതാണ് അതിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യം. ഇനി എല്ലാ സൈഡിലേക്കും മസാല ഇട്ട് കൊടുക്കാം. മീൻ ഒരിക്കലും ഉടഞ്ഞു പോകാൻ പാടില്ല. നമ്മൾ ചിക്കൻ ബിരിയാണി പോലെയല്ല, മീനാവുമ്പോൾ കുറച്ചും കൂടെ നന്നായിട്ട് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഇനി ചോറ് ഇതിൻ്റെ മേലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാം ഒന്ന് പരത്തി ലെവലാക്കിയതിന് ശേഷം ബാക്കി വന്ന മല്ലിയിലയും വറുത്ത് വെച്ച സവാളയും അണ്ടിപ്പരിപ്പും മുന്തിരി എല്ലാം കൂടി ഇതിൻ്റെ മേലെ ഇട്ട് കൊടുക്കാം. ഇനി 1 ടീസ്പൂൺ നെയ്യും കൂടെ ഒന്ന് ഒഴിച്ച് നന്നായിട്ടൊന്ന് മൂടി വയ്ക്കാം. മൂടി വെച്ചതിന് ശേഷം വളരെ ലോ ഫ്ലെയിമിൽ ഒരു അരമണിക്കൂറെങ്കിലും ഒന്ന് ദമ്മിട്ട് വെക്കണം. ഇപ്പോൾ അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതൊരു പ്ലേറ്റിലേക്ക് വിളമ്പാം. ആദ്യം മേലെയുള്ള ചോറും പതുക്കെ ഒന്ന് ഇളക്കിയിട്ട് വേണം വിളമ്പാനായിട്ട്. ഇനി മീൻ ഉടയാതെ വേണം എടുക്കാൻ. ചെമ്മീനും ചിക്കനൊക്കെ ആണെങ്കിൽ ഒന്നാകെ ഇളക്കിയാലും കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഇതുപോലത്തെ മീനാകുമ്പോൾ നല്ലോണം ശ്രദ്ധിക്കണം. ഉടഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇത്ര നേരം മെനക്കെട്ടത് മുഴുവൻ വെറുതെ ആയിപ്പോവും. ഇനി ബാക്കി വറുത്ത് വെച്ച സവാളയും മല്ലിയിലയും അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ ഇട്ടിട്ട് നമുക്കിതിനെ ഒന്ന് ഗാർണിഷ് ചെയ്തെടുക്കാം. നിങ്ങളിതെന്തായാലും വീട്ടിലുണ്ടാക്കി നോക്കണം. അത്രയ്ക്കും അടിപൊളിയായിരിക്കും. 100 തരം ഞാൻ ഗ്യാരണ്ടി. അപ്പോൾ ഇനി ബിരിയാണി ഉണ്ടാക്കാൻ ബുദ്ധിമുട്ടാണെന്നൊന്നും പറഞ്ഞിട്ട് ആരും ഉണ്ടാക്കാതിരിക്കേണ്ട. 2 കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ഒന്ന്, മീൻ ഫ്രഷ് ആയിരിക്കണം, അതിൽ യാതൊരുവിധ വിട്ടുവീഴ്ചയില്ല. പിന്നെ അരി വേവാറാനും പാടില്ല. അപ്പോൾ ഞാൻ എന്നും പറയുന്നത് പോലെ തന്നെ എൻ്റെ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം താഴെ കാണുന്ന ബെല്ലൈക്കണും കൂടെ ക്ലിക്ക് ചെയ്ത് ഓൾ അമർത്തി ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് കാണാൻ സാധിക്കും. വീണ്ടും ഒരു ടേസ്റ്റി ആൻഡ് ഹെൽത്തി റെസിപ്പിയുമായി ഞാൻ വരാം. അതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് ബൈ ഫ്രം ഷെറിൻ.